മനസ്സിൽ പതിയുന്ന രൂപങ്ങളെ അതിമനോഹരമായ ചിത്രങ്ങളായും ജീവൻ തുടിക്കുന്ന ശില്പങ്ങളായും മാറ്റിയെടുക്കുകയാണ് ചങ്ങനാശ്ശേരി വാഴപ്പള്ളി സ്വദേശി PN രാധാകൃഷ്ണൻ എന്ന കലാകാരൻ. സിമെന്റിൽ തീർത്ത നടരാജ വിഗ്രഹവും കഥകളി രൂപങ്ങളും ആനകളും അലങ്കാര വസ്തുക്കളും ഒക്കെ ആരെയും അത്ഭുതപ്പെടുത്തും. എട്ടടി ഉയരമുള്ള നടരാജ വിഗ്രഹം, 4 അടിയിലധികം ഉയരമുള്ള വിവിധ കഥകളി വേഷങ്ങളുടെ ശില്പങ്ങൾ, പല വലിപ്പത്തിലുള്ള ആനകൾ, അലങ്കാര വസ്തുക്കൾ, ഇങ്ങനെ ജീവൻ തുടിക്കുന്ന നിരവധി ശില്പങ്ങളുണ്ട് ചങ്ങനാശ്ശേരി വാഴപ്പള്ളി മഞ്ചാടിക്കര പടനിലത്ത് പ്രണവം വീട്ടിൽ. ഒക്കെയും സിമന്റിൽ തീർത്തവ. മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നും വിരമിച്ച PN രാധാകൃഷ്ണനാണ് ശില്പി. ശില്പകല മാത്രമല്ല, ചിത്രകലയിലും പ്രതിഭ തെളിയിച്ച കലാകാരൻ. എണ്ണച്ചായത്തിൽ പിറവിയെടുത്ത രവിവർമ്മ ചിത്രങ്ങളും ചുവർചിത്രങ്ങളുമൊക്കെ ആരെയും ആകർഷിക്കും. കുട്ടിക്കാലത്ത് ചിത്രകലയോടായിരുന്നു രാധാകൃഷ്ണന് താൽപ്പര്യം. ഇത് പിന്നീട് ശില്പകലയിലേക്കും വഴിമാറുകയായിരുന്നു. വാഴപ്പള്ളി നാരായണൻ നായർ എന്ന ഗുരുവിന് കീഴിൽ ഗുരുകുല സമ്പ്രദായത്തിലാണ് ചിത്രകല അഭ്യസിച്ചത്. ഞാൻ ചെറുപ്പത്തിലെ ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ അടുത്തൊരു ആശാനുണ്ട് ഈ പടമ്പര. ആ പുള്ളിയുടെ കീഴിലായിരുന്നു ഞാൻ എൻ്റെ ഈ ചിത്രകലയുടെ പ്രാഥമികമായ ഫ്രീ ഹാൻഡ് ഡിസൈൻ പഠിക്കാറുണ്ട്. അത് 2-3 കൊല്ലത്തോളം പഠിക്കായിരുന്നു. അന്ന് കിട്ടിയ എൻ്റെ കഴിവാണ് ഇപ്പം എനിക്കുള്ളത്. അതിനുശേഷം മുഴുവൻ ഈ പെയിൻറ്റിങ്ങും എല്ലാം കംപ്ലീറ്റ് തന്നെ കേട്ടും ചെയ്യുവാണല്ലോ. ഒരു ആശാൻ്റെ കീഴിലല്ലായിരുന്നു. ഈ ഓയിൽ പെയിൻറ്റിങ്ങും ഇനാൽ പെയിൻറ്റിങ്ങും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതെല്ലാം സ്വന്തമായിട്ട് കണ്ടും കേട്ടൊക്കെ ആയിട്ടാണ്. അത് പിന്നെ ആദ്യം എനിക്ക് ജോലി കിട്ടി. എനിക്ക് മൃഗസംരക്ഷണത്തിൽ ജോലി കിട്ടി. അത് കഴിഞ്ഞ് പെൻഷൻ ആയതിനു ശേഷം ഞാൻ ബാക്കിയെല്ലാം കുറച്ചൊക്കെ ചെയ്തത്. കൂടുതലും ഞാൻ ഇരിക്കുന്ന ഈ രവിവർമ്മ ചിത്രങ്ങളാണ്. പിന്നെ ആന ചെയ്തിട്ടുണ്ട് ചിത്രങ്ങളായിട്ട്. കളിമണ്ണും ചെളിയും കുഴച്ചാണ് ആദ്യകാലത്ത് ശില്പങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയത്. പിന്നീട് സിമന്റിലേക്ക് മാറുകയായിരുന്നു. സിമന്റിൽ തീർത്ത ശില്പങ്ങൾ ദീർഘകാലം നിലനിൽക്കുമെന്ന് രാധാകൃഷ്ണൻ പറയുന്നു. അതുകൊണ്ട് തന്നെ വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചവ പോലും ഇപ്പോഴും ഇവിടെയുണ്ട്. ഇതിപ്പം തന്നെ നമ്മൾ ആദ്യം അതിൻ്റെ ഡിസൈൻ ചെയ്യേണ്ടത്. ചെറിയൊരു പടം കിട്ടുവാണെങ്കിൽ ആ പടം നമ്മളെ എല്ലാവർക്കും വലുതാക്കി വരയ്ക്കും, പേപ്പർ വരയ്ക്കും. എന്നിട്ട് ആ പേപ്പർ കണക്കാക്കി അവിടെ കമ്പി എല്ലാം കൂടി ഫിറ്റ് ചെയ്യുക. റൗണ്ട് കമ്പി, ഇടയ്ക്കെല്ലാം കൂടി കമ്പി, ആവശ്യമായ കമ്പി ഫിറ്റ് ചെയ്ത ശേഷം പിന്നെ അതിൽ നിന്ന് പ്രത്യേകം സിമെൻറ്റിങ്ങിന് ഇതാക്കി. സിമെൻറ്റും മണലും ചേർത്താണ്, വേറെ മറ്റു വരികയല്ല. സിമെൻറ്റും മണലും മാത്രം ചേർത്ത് വരച്ച് പിടിക്കും. ഞാനുണ്ടാക്കിയ എൻ്റെ 2 തലമുറ കഴിഞ്ഞാൽ അതുപോലെ ഇരിക്കും, സിമെൻ്റ് ആയതുകൊണ്ട്. മറ്റേക്കാണ് പ്ലാസ്റ്റർ പാരിസ് ഉണ്ടാക്കാം. പ്ലാസ്റ്റർ പാരിസ് ഉണ്ടാക്കി കഴിയുമ്പോൾ പെയിൻ്റൊക്കെ അടിക്കുമ്പോൾ ചിലപ്പോൾ ഈ എൻ്റെ വായുവിലെ ഓക്സിജനുമായിട്ട് എൻ്റെ ഈ പ്ലാസ്റ്റർ പാരിസ് കെമിക്കൽ ആക്ഷൻ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ആ ഭാഗത്ത് ഈ അടന്നു പോകാൻ ചാൻസ് ഉണ്ട്. ആനകൾ, കഥകളി ശില്പങ്ങൾ എന്നിവയ്ക്കായി ആവശ്യക്കാരെത്തുന്നുണ്ട്. ക്ഷേത്രങ്ങൾക്കായും ശില്പങ്ങൾ നിർമ്മിച്ചു നൽകുന്നുണ്ട് ഈ കലാകാരൻ. ചിത്രങ്ങൾക്കും അലങ്കാര വസ്തുക്കൾക്കും ആവശ്യക്കാരുണ്ട്. മൃഗസംരക്ഷണ വകുപ്പിൽ ജോലി ചെയ്തിരുന്ന കാലത്തും ചിത്രങ്ങളും ശില്പങ്ങളും ഒരുക്കിയിരുന്നുവെങ്കിലും അന്ന് അവയൊന്നും വിൽക്കാൻ ശ്രമിച്ചിരുന്നില്ല. 2013 സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം ചിത്രകലയിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്ന രാധാകൃഷ്ണൻ സാഹിത്യ പ്രവർത്തനങ്ങളിലും സജീവമാണ്.
അങ്കണവാടി അധ്യാപികയായ ഭാര്യ വിജയലക്ഷ്മി, മക്കൾ അരുൺ കൃഷ്ണൻ, ആകാശ് കൃഷ്ണൻ എന്നിവർ എന്നും പ്രചോദനമായി ഒപ്പമുണ്ട്. പ്രശസ്തിയും അംഗീകാരവുമൊക്കെ നേടിയെടുക്കാൻ മനഃപൂർവ്വം ശ്രമിക്കേണ്ടതില്ലെന്ന് നിഷ്കളങ്കമായി പറയുകയാണ് ഈ അതുല്യ കലാകാരൻ. ലാളിത്യമാർന്ന ഇത്തരം നിലപാടുകൾ കൂടി ചേരുമ്പോൾ PN രാധാകൃഷ്ണന്റെ സൃഷ്ടികൾക്ക് പത്തര മാറ്റ് തിളക്കം.